ഈ ചെളിവരമ്പിലൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെ കാലൊന്ന് വഴുതി പോവില്ലേ, അതുപോലെ ഇടയ്ക്ക് മനസ്സൊന്ന് വഴുതി പോവാ, അത്രേ ഉള്ളൂ. മെഡിക്കൽ സയൻസിൽ ഈ ദണ്ണത്തിനിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയാം? ബൈപോളാർ ഡിസോർഡർ. എപ്പോഴാ എങ്ങനെയാണെന്നറിയാതെ മനസ്സിലൊരു കടന്നൽ കൂടിളകുക എന്നർത്ഥം. ബൈപോളാർ ഡിസോർഡർ, മോഹൻലാൽ പറഞ്ഞ പോലെ ഒരു മനസ്സൊരു അപ്പുപ്പൻ താടി പോലെ പറന്ന് കളിക്കുന്ന ഒരു സ്റ്റേറ്റ്. ശരിക്കും ഇതിങ്ങനെയാണോ? ബൈപോളാർ ഡിസോർഡർ നമുക്കിടയിൽ പലർക്കും ഉള്ളൊരു രോഗം തന്നെയാണ്. പക്ഷേ ഇത് പലരും ശ്രദ്ധിക്കാതെ പോയി അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോകുന്ന ഒരു രോഗമാണ്. പേര് പോലെ തന്നെ ബൈപോളാർ എന്ന് പറയുമ്പോൾ രണ്ട് പോൾ, ഒന്ന് എക്സ്ട്രീമായിട്ടുള്ള മേനിക് സ്റ്റേറ്റ്, പിന്നെ ഒന്ന് ഡിപ്രഷൻ. ഈ മേനിയ അല്ലെങ്കിൽ മേനിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിലെ ഒരു എക്സ്ട്രീം സിറ്റുവേഷനാണ്. അതായത് നമ്മുടെ സ്വഭാവമുണ്ടോ അതിൻ്റെ എല്ലാം എക്സ്ട്രീം ആയിരിക്കും. എക്സ്ട്രീമായിട്ടുള്ള സന്തോഷം, ദേഷ്യം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇറിറ്റബിൾ ആവുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇറിറ്റബിൾ ആവുക, ഭയങ്കരമായിട്ട് എനർജി, ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറക്കം വേണ്ട എന്നുള്ള തോന്നൽ, ചെയ്യുന്ന ജോലികൾ വീണ്ടും വീണ്ടും ചെയ്യുക എന്നുള്ളൊരവസ്ഥ. ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റാണ് ഈ മേനിയ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു ദിവസം വെച്ചിട്ട് ചേഞ്ച് ആകുമോ? ഇപ്പോൾ നമ്മൾ ബൈപോളാറിനെ കുറിച്ച് പലയിടത്തും കാണുന്നതും പറയുന്നതും എങ്ങനെയാണ്? ഒരു ദിവസം സന്തോഷമായിരിക്കും, ഒരു ദിവസം വിഷമമായിരിക്കും. എന്നാൽ ബൈപോളാർ അങ്ങനെയല്ല. ബൈപോളാർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ് വരുമ്പോൾ ഇതൊരു എപ്പിസോഡിക് ആയിട്ടാണ്. അതായത് ഒരു സമയത്ത് മേനിയാണ് വരുന്നതെങ്കിൽ മേനിയ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസങ്ങൾ, ആഴ്ചകൾ, ഇല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ നിൽക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ആ രോഗി നോർമലായിട്ട് പോവാം. കുറച്ച് കഴിയുമ്പോൾ പിന്നെ അടുത്തൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകാം. ഡിപ്രഷൻ വരുമ്പോഴത്തേക്ക് ആൾ ഫുള്ളി ഭയങ്കര ലോ മൂഡ്, ഒരു സന്തോഷമില്ലായ്മ, ഭയങ്കരമായിട്ട് വിഷമം, ജീവിതത്തിൽ ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ, ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റിലേക്ക് പോകാം. ചിലപ്പോൾ ഇതും മാസങ്ങളോ ദിവസങ്ങളോ നിൽക്കാം. ബൈപോളാർ എപ്പോഴും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ പല മൂഡ് സ്റ്റേറ്റ് ഉണ്ടാവണം, ഒരു മൂഡ് സ്വിങ് പോലെ ഉണ്ടാവണം എന്നുള്ളതിൽ അർത്ഥമൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവണമെന്ന് ഒരിക്കലും ഉണ്ടാവണമെന്നില്ല.